നല്ല ചുമയുള്ളവരാണെങ്കിൽ ഇപ്പൊ തൊണ്ടയിലൊക്കെ നല്ല കഫമുണ്ട്, ചുമച്ച് മഞ്ഞ നിറത്തിൽ കഫം പോകുന്നുണ്ട്, നിർത്താണ്ട് ചുമ, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 5 പനിക്കൂർക്ക ഇല, 5 ആടലോടകത്തിന്റെ ഇല, 5 പൂവാങ്കുറുന്തലിന്റെ ഇല, 5 മുയൽച്ചെവിയന്റെ ഇല, 5 തുളസി ഇല, ഈ 5 ഇലകളും കൂടി നന്നായിട്ട് ചതച്ച് പിഴിഞ്ഞ് നീരെടുക്കുക. ആ നീരിന് സമം തേൻ ചേർക്കുക. അതിലൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, 1/4 ടീസ്പൂൺ ഏലത്തരി പൊടിച്ചതും ഇടുക. എന്നിട്ട് അത് മിക്സ് ചെയ്ത് വെച്ചിട്ട് പലവട്ടമായിട്ട് അത് കഴിക്കുകയാണെങ്കിൽ ഈ കുത്തി കുത്തി വരുന്ന ചുമയായാലും കഫം നിറഞ്ഞുള്ള ചുമയായാലും അതിന് ഏറ്റവും നല്ലൊരു ഔഷധമാണത്. അതിന്റെ ഒപ്പം തന്നെ ഒരു വിരൽ നീളത്തിൽ ഇഞ്ചി, അത് വെറുതെ കഴുകി ചതച്ചെടുത്താൽ മതി, തൊലിയൊന്നും കളയണ്ട. ഇഞ്ചി കഴുകി ചതച്ചെടുത്തതും കല്ലുപ്പും ഒരു 3-4 തുളസി ഇലയും ഇട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് അതിൽ ഉപ്പ് രസം നന്നായിട്ട് ഉണ്ടാവണം. BP ഒക്കെ ഉള്ളവരാണെങ്കിൽ ഉപ്പ് രസം കുറച്ചോളൂ. ഇത് നന്നായിട്ട് തിളപ്പിച്ച് താഴെ ഇറക്കി വെച്ചിട്ട് അതിലൊരു 25 മില്ലി തേൻ ചേർക്കുക. എന്നിട്ട് ചെറു ചൂടിൽ അരിച്ചിട്ട് അത് വായിൽ നിറച്ച് പിടിച്ചിട്ട് ഒരു 50 എണ്ണുന്നത് വരെ പിടിച്ചിട്ട് തുപ്പിക്കളയുക. അതുപോലെ വായിൽ ഒഴിച്ചിട്ട് തൊണ്ടയിൽ ഇങ്ങനെ കളകളാന്നുള്ള ഗാർഗിളിംഗ് എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്ത് തുപ്പുക. ഇത് ദിവസം 3 നേരം ചെറു ചൂടിൽ ചെയ്യുകയാണെങ്കിൽ കഫക്കെട്ടിനൊക്കെ വളരെയധികം നല്ല സമാധാനം കിട്ടും. ഇത് മാത്രം കഴിച്ചുകൊണ്ട് നിൽക്കാണ്ട് ഇതിൽ നിർത്താണ്ടതാണെങ്കിൽ പിന്നെ വൈദ്യനെയോ ഡോക്ടറെയോ കണ്ട് അതിന് വേണ്ട ചികിത്സകൾ ചെയ്യാം.